എവരിവൺ വെൽക്കം ടു CGK ലെക്ചേഴ്സ്. സോ നമ്മൾ ആവർത്തന പട്ടികയുടെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 50 ചോദ്യങ്ങളിൽ ഒരു 70% നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ പീരിയോഡിക് ടേബിളിലെ പാർട്ട് 1 റിലേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ആ ഒരു ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 70% ചോദ്യം എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇതിൽ പറയുന്നവയിൽ ഏത് മൂലകത്തിന് 0 വാലൻസി ഉണ്ട്? ഓപ്ഷൻസ്: ക്ലോറിൻ, ഹീലിയം, സീസിയം, ലിവർമോറിയം. നമുക്കറിയാം ക്ലോറിൻ വരുന്നത് ഏതിലാണ്? ഗ്രൂപ്പ് 17ലാണ് ക്ലോറിൻ വരുന്നത്. അതിൽ 17 അറ്റോമിക് നമ്പർ ആണ് ക്ലോറിൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അത്രയും ഇലക്ട്രോൺസ് ആർക്കുണ്ട്? ക്ലോറിനുണ്ട്. അപ്പൊ 17 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാവുന്നത് എങ്ങനെയാണ്? 2, 8, 7 അങ്ങനെയാണ്. 2, 8, 10, 7, 17 ആയിട്ടാണ് നമുക്ക് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ബാഹ്യമത ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു സ്പേസ് എന്താണ്? എം ടി ആണ്. ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇലക്ട്രോണിനെ ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവരുടെ വാലൻസി എന്താണ്? 1 ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഹീലിയം വരുന്നത് ഏതിലാണ്? ഗ്രൂപ്പ് 18ലാണ് അല്ലെ. ഗ്രൂപ്പ് 18ലാണ് ഹീലിയം വരുന്നത്. നമ്മൾ പറഞ്ഞു ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ്? 2 ആണ് അല്ലെ. 2 ആണെങ്കിൽ അവർക്ക് എത്ര ഇലക്ട്രോൺ കാണണം? 2 ഇലക്ട്രോൺ കാരണം അവർ എന്തിന് ഫില്ല് ചെയ്യണം? ആദ്യത്തെ ഷെല്ലായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത് അല്ലെ. ആദ്യത്തെ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. ഇവരിൽ വേറെ എം ടി സ്പേസ് ഒന്നും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, ഒരാൾക്ക് കൊടുക്കത്തുമില്ല, വാങ്ങത്തുമില്ല. അതുകൊണ്ട് ഇവരുടെ വാലൻസി എന്താണ്? 0 ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഓർത്തിരിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കോഡൊക്കെ പഠിച്ചാണ്. അതാണ് ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ഇൻ ഓസ്ട്രേലിയ എന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് 17 വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാമെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്ത നിങ്ങൾ അറിയേണ്ടത് സീസിയം മൂലകമാണ് കേട്ടോ. സീസിയം നോക്കിയ സീസിയം വരുന്നത് ഗ്രൂപ്പ് 1ലാണ്. ഗ്രൂപ്പ് 1ലെ അറ്റോമിക് നമ്പർ 55 ഉള്ള ആളാണ്. 55 ഉള്ള ആളാണ് സീസിയം. പക്ഷെ നമ്മൾ പറഞ്ഞു ഒരു മൂലകത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് അതിന്റെ ഗ്രൂപ്പിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു 55 ഒരു അറ്റോമിക് നമ്പർ ഉള്ള ഒരു മൂലകത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആളെ തന്നെ എഴുതി നോക്കാം. ആരെയാണ്? നിങ്ങൾക്ക് അതിൽ ഹൈഡ്രജൻ തന്നെ എഴുതി നോക്കാം. ഹൈഡ്രജന്റെ എന്താണ്? 1 ആണ്. ഒരു സ്പേസ് എന്താണ്? എം ടി ആണ്. ഒപ്പം ഒരാളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ഷെല്ലും എന്ത് ചെയ്യാൻ, ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവരുടെ വാലൻസി എന്താണ്? 1 ആണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ലിവർമോറിയമാണ്. ലിവർമോറിയം വരുന്നത് ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലിയിലാണ്, ഓക്സിജൻ കുടുംബത്തിലാണ് ആര് വരുന്നത്? ലിവർമോറിയം വരുന്നത്. 116 ആണ് അറ്റോമിക് നമ്പർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ 116 എഴുതേണ്ട കാര്യമില്ല. ആരെ എഴുതിയാൽ മതി? ആ ഒരു ഗ്രൂപ്പിലുള്ള ആരെ എഴുതിയാലും മതി. അവരുടെ വാലൻസി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആൾ ആരാണ്? ഓക്സിജൻ ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് ഓക്സിജൻ എഴുതി നോക്കാം. എത്രയാണ്? 8 അറ്റോമിക് നമ്പർ. 8 ഇലക്ട്രോൺസ് ഉണ്ട്. 2, 6 എന്ന് കൊടുക്കാം. അവസാനത്തെ ഷെല്ലിൽ 2 സ്പേസ് എം ടി ആണ്. 2 പേരെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോൺസ് വാങ്ങാനായിട്ട് സാധിക്കും. 2 ഇലക്ട്രോൺസ് ഇതിലേക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ വാലൻസി എന്താണ്? 2 ആണ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഇത് വരും. രണ്ടാമത്തെ ഓപ്ഷനായ ഹീലിയമാണ് വാലൻസി 0 ഉള്ള മൂലകം എന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ ചോദ്യം: ഒരു ഗ്രൂപ്പിൽ താഴേക്ക് നീങ്ങുമ്പോൾ ലോഹ സ്വഭാവത്തിന് എന്ത് സംഭവിക്കുന്നു? വർദ്ധിപ്പിക്കുന്നു, കുറയുന്നു, സ്ഥിരമായി നിലനിൽക്കുന്നു, ആദ്യം കുറയുന്നതിനേക്കാൾ കൂടുന്നു. നമുക്കറിയാം ഒരു ഗ്രൂപ്പ്, നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കാം. ഗ്രൂപ്പ് 1 തന്നെ എടുത്ത് നോക്കാം. നിങ്ങൾക്കറിയാം നമ്മളുള്ളത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നിങ്ങനെയാണ് പോകുന്നത്. ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഷെല്ലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ലിഥിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 2 ഷെല്ല് കാണാനായിട്ട് സാധിക്കും. സോഡിയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് 3 ഷെല്ല് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു ഇതെന്താണ്? ഓരോ പീരീഡ് ആണ്. അതിന്റെ പീരീഡിന്റെ നമ്പർ അതിൻ്റെ അകത്തുള്ള ഷെല്ലുകളുടെ എണ്ണത്തിന് തുല്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അങ്ങനെ സോഡിയത്തിന്റെ കേസിൽ നമുക്ക് 3 ഷെല്ലുകളാണുള്ളത് അല്ലെ. ഇനി നിങ്ങൾ അറിയേണ്ടത്, ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് നീങ്ങുമ്പോൾ അതിന്റെ ലോഹ സ്വഭാവം, മെറ്റാലിക് പ്രോപ്പർട്ടീസ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഇതിന്റെ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ പെട്ടെന്ന് ആർക്ക് കൊടുക്കാൻ സാധിക്കുമോ അവരാണ് എന്ന് പറയുന്നത് കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒരു കേസിൽ ഈ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസുമായിട്ട് വളരെ അടുത്താണ്. അതുകൊണ്ട് ഇവരെ പെട്ടെന്ന് നമുക്ക് കളയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇവർ തമ്മിൽ എന്താണ്? ഒരു നല്ല അട്രാക്ഷൻ ഉണ്ട് അല്ലെ, നല്ലൊരു ആകർഷണമുണ്ട്. ഈ ഒരു ഇലക്ട്രോൺ നമുക്ക് ഇത്തിരിയോടെ വേഗത്തിൽ കളയാനായിട്ട് സാധിക്കും. കാരണം ഇത്തിരി കൊണ്ട് ഒരു എന്താണ് ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു ന്യൂക്ലിയസും ഇവരും തമ്മിൽ. എന്നാൽ ഈ ഒരു കേസിൽ ഈ ഒരു ഇലക്ട്രോണും ഈ ഒരു ന്യൂക്ലിയസും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവരുടെ ആകർഷണ ബലം കുറവായിരിക്കും. നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കളയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? ഇതിന്റെയാണ് ലോഹ സ്വഭാവം വളരെ എളുപ്പത്തിൽ കളയാൻ കൊണ്ട് ഇവരുടെയാണ് മെറ്റാലിക് പ്രോപ്പർട്ടി കൂടുതൽ എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ ലോഹ സ്വഭാവം വർദ്ധിപ്പിക്കുന്നു എന്ന് നിങ്ങൾ, അല്ലെങ്കിൽ കൂടുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: കെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര? 2017 2021 LDC ഒക്കെ ചോദിച്ച ഒരു ചോദ്യമാണ്. അതിനറിയേണ്ടത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്ന് പറഞ്ഞത് ഒരു ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്ന ആ ഒരു സഞ്ചാര പാതയ്ക്കാണ് നമ്മൾ ഷെൽ ഓർബിറ്റ് അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയുന്നത്. അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 2n² ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി.
കെ ഷെല്ലാണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? ഒന്നായിരിക്കും. ഇലക്ട്രോണുകൾ രണ്ടായിട്ട് കിട്ടും. എൽ ഷെല്ലാണെങ്കിൽ 8 ഇലക്ട്രോൺസ് വരെ ഒക്യുപ്പൈ ചെയ്യാം. എം ആണെങ്കിൽ 18 ഇലക്ട്രോൺസ്, എൻ ഷെല്ലാണെങ്കിൽ 32 ഇലക്ട്രോൺസ്. ചോദ്യം കെ ഷെല്ലിനോ പറ്റിയാണ്. എത്രാണ് ഉത്തരം? 2 ഇലക്ട്രോണുകളാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ ഗ്രൂപ്പിലെ എല്ലാ മൂലകങ്ങൾക്കും സമാനമായ ഗുണങ്ങൾ ഉള്ളത് എന്തുകൊണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. ഒരേ ഗ്രൂപ്പിലെ എല്ലാ മൂലകങ്ങൾക്കും സമാനമായ ഗുണങ്ങൾ ഉള്ളത് എന്തുകൊണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. ഒരേ ഗ്രൂപ്പിലെ എല്ലാ മൂലകങ്ങൾക്കും സമാനമായ ഗുണങ്ങളുടെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ബാഹ്യമത ഷെല്ലുകളുടെ ഇലക്ട്രോണുകൾ സെയിം ആണ്. അതുകൊണ്ടാണ് കേട്ടോ അവരുടെ ബാഹ്യമത ഷെല്ലുകളുടെ ഇലക്ട്രോണുകൾ സെയിം ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ 11 ആണ്. എന്നാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവചിക്കാനാണ് ചോദ്യം. ഒന്ന്, അതിന്റെ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കണം. അതിന്റെ വാലൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം അതിന്റെ ആറ്റത്തിലെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 11 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 11 ഇലക്ട്രോണുകൾ ഉണ്ടാവും അല്ലേ? 11 അറ്റോമിക് നമ്പർ ഉള്ള ആൾക്ക് 11 പ്രോട്ടോണും 11 ഇലക്ട്രോൺസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 11 ഇലക്ട്രോൺ നമുക്ക് 2, 8, 1 എന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അവരുടെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? അവസാനത്തെ ഷെല്ലിൽ എത്ര ഉണ്ട്? 1 ആണ്. അതുകൊണ്ട് 1 ആണ് അവരുടെ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. അതിന്റെ വാലൻസി എത്രയാണ്? ഈ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് 8 കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവരുടെ വാലൻസി എന്താണ്? ഒരു ഇലക്ട്രോണിനെ കളയുന്നത് കൊണ്ട് 1 ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഗ്രൂപ്പ് നമ്പർ, നിങ്ങൾക്കറിയാം ഗ്രൂപ്പ് നമ്പർ 1, ഈ ഒരു അവസാനത്തെ ഷെല്ലിൽ ഒരു ബാഹ്യമത ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ 1 ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 2 ആണ് വരുന്നതെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 2 ആണ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് ആരാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെൻഡലീവ് ആണ് പീരിയോഡിക് ടേബിളിന്റെ പിതാവ്. മെൻഡലീവ് മൂലകങ്ങളെ ക്രമീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന ചോദ്യം വരാം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലീവ് മൂലകങ്ങളെ ക്രമീകരിച്ചത് എന്ന് നിങ്ങൾ ഓർപ്പിക്കണം. 9ാമത്തെ ചോദ്യം, മെൻഡലീവ് പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 118, 56, 87, 63. ഏതാണ്? 63 ആണ് ഉത്തരം. ആവർത്തന നിയമം ആവിഷ്കരിച്ചത് ആരാണ്? മെൻഡലീവ് ആണ് ആവർത്തന നിയമം ആവിഷ്കരിച്ചത് അല്ലെ? അറ്റോമിക മാസിന്റെ ആവർത്തന ഫലമാണ് ആര് പറഞ്ഞത്? മെൻഡലീവ് പറഞ്ഞത്. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹെൻറി മോസ്ലി ആണ് ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. 12ാമത്തെ ചോദ്യം, മോസ്ലി മൂലകങ്ങളെ ക്രമീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് മോസ്ലി മൂലകങ്ങളെ ക്രമീകരിച്ചത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആധുനിക ആവർത്തന നിയമം ആവിഷ്കരിച്ചത് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മോസ്ലി ആണ് ആധുനിക ആവർത്തന നിയമം ആവിഷ്കരിച്ചത്. ദി പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓപ്ഷൻസ്: മോസ്ലി, മെൻഡലീവ്, ലാവോസിയെ, കാൾ ഷീലെ. ആരാണ്? മെൻഡലീവ് ആണ് ഇത് ദി പ്രിൻസിപ്പിൾ ഓഫ് കെമിസ്ട്രി എന്ന പുസ്തകം രചിച്ചത്. മൂലകങ്ങളെ അറ്റോമിക വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചത് ആര് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരാണ്? ലോതർ മേയർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചത് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരാണ്? ലാവോസി ആണ് മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന രീതിയിൽ വേർതിരിച്ചത്. മൂലകങ്ങളെ ത്രികങ്കങ്ങൾ എന്ന രീതിയിൽ വേർതിരിച്ചത് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ സി ഡോബർ റൈനർ ആണ് മൂലകങ്ങളെ ത്രികങ്കങ്ങൾ എന്ന രീതിയിൽ വേർതിരിച്ചത്. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ന്യൂലാൻഡ് ആണ് അഷ്ടക നിയമം ആവിഷ്കരിച്ചത് കേട്ടോ. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്. അടുത്ത, മൂലകങ്ങൾക്ക് പ്രതീകം നൽകിയത് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബെർസേലിയസ് ആണ് മൂലകങ്ങൾക്ക് പ്രതീകം നൽകിയത്. പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എസ് ആൻഡ് പി ബ്ലോക്ക്. ഓപ്ഷൻ ഡി എസ് ആൻഡ് പി ബ്ലോക്ക് ആണ് ഉത്തരം. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിൽ നിന്ന് പി ബ്ലോക്കിലേക്ക് പോകുന്തോറും അവരുടെ ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് കൂടും. അതായത് 1, 2, 3 അങ്ങനെ 8 വരെ കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നതുകൊണ്ടാണ് എസും പി ബ്ലോക്കുകളെയും കൂട്ടിച്ചേർത്ത് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. സംക്രമണ മൂലകങ്ങൾ ഏത്? ഡി ബ്ലോക്ക് ആണ് എന്ത്? സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയുന്നത്. അന്തസംക്രമ മൂലകങ്ങൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എഫ് ബ്ലോക്ക് എലമെന്റ്സുകളാണ് അന്തസംക്രമ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1ാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലി ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് എന്നറിയപ്പെടുന്നത്. ആൽക്കലി എർത്ത് ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി എർത്ത് മെറ്റൽസ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് 2ാമത്തെ ഗ്രൂപ്പാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 17ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഹാലജനുകൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഹാലജനുകൾ എന്നാണ് അറിയപ്പെടുന്നത് 17ാമത്തെ ഗ്രൂപ്പ്. അലസവാതകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? ഗ്രൂപ്പ് 18 ആണ് എന്ത്? അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രൂപ്പ് 18 ആണ്.
ആവർത്തന പട്ടികയിലെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 92 ആണ് കേട്ടോ. ആവർത്തന പട്ടികയിലെ പ്രകൃതിദത്ത മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 92 ആണ്. ഇനി ക്വസ്റ്റ്യൻ 29 നോക്കാം. എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. 3 ഷെല്ലാണുള്ളത്. ഈ മൂലകത്തിന്റെ ബാഹ്യമത ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു എന്നതാണ് ചോദ്യം. നമുക്കറിയാം ഷെല്ല് 3 ഷെല്ലുണ്ട്. ഷെൽ നമ്പർ എന്തിന് ഈക്വൽ ആണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ പീരീഡിന്റെ നമ്പറിന് ഈക്വൽ ആണ്. അതുകൊണ്ട് 3 ഷെല്ലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് കിട്ടും. 3-ാം പീരീഡിലാണ് അവർ വരുന്നത്. എന്താണ്? 3-ാം പീരീഡിലാണ്. ഓപ്ഷൻ ബി തന്നെയാണ് ഉത്തരം. നിങ്ങൾ അറിയേണ്ടത് അവരുടെ ബാഹ്യമത ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഏതാണ്? ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നെങ്കിൽ അവർ ഏത് ഗ്രൂപ്പിൽ വരും? ഗ്രൂപ്പ് 1-ൽ വരുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. നമുക്ക് നോക്കാം, ഗ്രൂപ്പ് നമ്പർ നമുക്ക് എപ്പോഴും എന്തിനാണ് നൽകുന്നത്? അതിലെ ബാഹ്യമത ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അവരുടെ ബാഹ്യമത ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം. ഇനി ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള പി ബ്ലോക്ക് എലമെന്റുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവരുടെ ബാഹ്യമത ഷെല്ല് ഇലക്ട്രോണുകൾ കിട്ടും. ഇനി ഒരു പോയിന്റ് ഉണ്ടെന്നത് പീരീഡ് നമ്പറാണ് അവിടുത്തെ ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകളുടെ നമ്പറിന് ഈക്വൽ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? 3-ാം പീരീഡ് 1-ാം ഗ്രൂപ്പ്, അതാണ് ഓപ്ഷൻ വരുന്നത്. 30-ാമത്തെ ചോദ്യം, ആദ്യ മനുഷ്യനിർമ്മിത മൂലകം ഏതാണ് എന്നാണ്. ടെക്നീഷ്യം ആണ് ആദ്യ മനുഷ്യനിർമ്മിത മൂലകം. 31-ാമത്തെ ചോദ്യം, മനുഷ്യൻ നിർമ്മിച്ച രണ്ടാമത്തെ മൂലകം ഏതാണ്? പ്രൊമീത്തിയം ആണ് മനുഷ്യൻ നിർമ്മിച്ച രണ്ടാമത്തെ മൂലകം. 32, പീരിയോഡിക് ടേബിളിലെ അവസാന മൂലകം ഏതാണ്? അറ്റോമിക് നമ്പർ 118 ഉള്ള അവസാന മൂലകം ഒഗാനെസൺ ആണ് കേട്ടോ. ഒഗാനെസൺ ആണ്. OG എന്നാണ് നമ്മൾ അവരെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. OG എന്നാണ് അവരെ റെപ്രസെന്റ് ചെയ്യുന്നത്. പീരിയോഡിക് ടേബിളിലെ 118 അറ്റോമിക നമ്പർ വരുന്ന മൂലകമാണ്. അവസാനത്തെ മൂലകമാണ് ആര്? ഒഗാനെസൺ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ് അല്ലെ. നമ്മളിപ്പോ കാണിച്ചാണ് 2n² ആണ് എന്ന് പറയുന്നത് ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. അതാണ് അപ്പൊ ഉത്തരം. അത് കറക്റ്റ് ഓപ്ഷൻ ആണ്. രണ്ടാമത്തെ നോക്കിയേക്കാം, ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ് എന്ന് പറയുന്നുണ്ട്. സബ്ഷെല്ലുകളെ പറ്റി നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് സബ്ഷെല്ലുകൾ നമുക്ക് S, P, D, F ഉണ്ട്. അതിൽ എസിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 ആണ്. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 14 അല്ല, അതും തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ 1 ആണ് എന്ന് പറയുന്നത് ഇതിന്റെ ഉത്തരം. ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2n² ആണ്. ക്വസ്റ്റ്യൻ 34, ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ് ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം കേട്ടോ. മോഡേൺ പീരിയോഡിക് ടേബിളിലെ പീരീഡുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാം. എത്രയാണ്? 18 ആണ് കേട്ടോ. ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. ഏറ്റവും ചെറിയ പീരീഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പീരീഡ് ആണ് ഏറ്റവും ചെറിയ പീരീഡ്. 2 മൂലകങ്ങളെ ഉള്ളൂ കേട്ടോ. ഹൈഡ്രജനും ഹീലിയവും അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ പീരീഡായ ഫസ്റ്റ് പീരീഡ് ആണ് എന്ന് പറയുന്ന ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പീരീഡ്. ആധുനിക ആവർത്തന പട്ടികയിലെ ഏത് ഗ്രൂപ്പിലാണ് ഹാലജനുകൾ എന്ന് വിളിക്കുന്നത്? ഏത് ഗ്രൂപ്പിലാണ് ഹാലജൻസ് എന്ന് വിളിക്കുന്നത്? ഗ്രൂപ്പ് 17 ആണ് കേട്ടോ. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അവ വരുന്ന ഗ്രൂപ്പ് 17 ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹാലജനുകൾ എന്ന് വിളിക്കുന്നത്. ആധുനിക ആവർത്തന പട്ടികയുടെ ഏത് ഗ്രൂപ്പിനെയാണ് ഹാലജനുകൾ എന്ന് വിളിക്കുന്നത് അല്ലെ. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയിലെ ഏത് ഗ്രൂപ്പാണ് ചാൾക്കോജൻ എന്നറിയപ്പെടുന്നത്? ചാൾക്കോജൻ എന്നറിയപ്പെടുന്നത് ഓക്സിജൻ കുടുംബത്തെയാണ് കേട്ടോ. ഗ്രൂപ്പ് 16-നെയാണ് നമ്മൾ ചാൾക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ചാൾക്കോജൻസ് എന്നറിയപ്പെടുന്നത് ഗ്രൂപ്പ് 16 ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 38-ാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക വലിപ്പം ഗ്രൂപ്പിന് താഴേക്കായി വർദ്ധിക്കുന്നു. ഇതിന്റെ കാരണം എന്താണ്? അത് നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ അറ്റോമിക വലിപ്പം കൂടുന്നു എന്നാണ് ചോദ്യം. അതിന്റെ കാരണമാണ് വിശദീകരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നത്. ഇവിടെ ഒരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ന്യൂക്ലിയർ ചാർജ് വർദ്ധിക്കുന്നു എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ നഷ്ടപ്പെടാനുള്ള പ്രവണത കുറയുന്നു എന്ന് പറയുന്നുണ്ട്. ഷെല്ലിന്റെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല ഓപ്ഷൻ എന്ന് പറയുന്നുണ്ട്. ഏതാണ്? മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അവരുടെ പീരീഡിന്റെ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് അല്ലെ. ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അവരുടെ പീരീഡിന്റെ നമ്പർ കൂടുന്നുണ്ട്. പീരീഡിന്റെ നമ്പർ കൂടി കഴിഞ്ഞാൽ അവരുടെ ഷെല്ലിന്റെ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. ഷെല്ല് വലുതാകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അവരുടെ സൈസ് കൂടും അല്ലെ. അതുകൊണ്ട് ഷെല്ലിന്റെ എണ്ണം വർദ്ധിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്വസ്റ്റ്യൻ 39, ഈ CPO 2024 CPO എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം ഏത് ഗ്രൂപ്പിലും പീരീഡിലും പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. 31 നിങ്ങൾക്ക് ഒരു അറ്റോമിക് നമ്പർ തന്നാൽ നിങ്ങൾ അറിയേണ്ടത് എത്രയാണ്? 31 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അത്രയും തന്നെ പ്രോട്ടോണുകളുണ്ട്. 31 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2, 8, 10, 18
28 3 31. ഇതെങ്ങനെ എഴുതുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. 2 8 10 18 28 3 31 ആണ്. അങ്ങനെ ആണെങ്കിൽ നമുക്കറിയാം മൊത്തത്തിൽ 4 ഷെല്ലാണുള്ളത്. ഷെൽ നമ്പർ എന്തിന് ഈക്വൽ ആണ്? പീരീഡിന്റെ നമ്പറിന് ഈക്വൽ ആണ്. 4 ഷെല്ലാണ്. അപ്പം പീരീഡ് എത്ര കാണും? 4ാമത്തെ പീരീഡ് ആണ്. ഇനി നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി ഏത് ഗ്രൂപ്പാണ് കണ്ടുപിടിക്കണം? 3 ആണ് വന്നത്. 3 വരണമെങ്കിൽ നമ്മൾ പറഞ്ഞു 13ൽ നിന്ന് 10 കുറച്ചാലേ 3 വരത്തുള്ളൂ അല്ലെ. 13ൽ നിന്ന് 10 കുറച്ചാലേ 3 വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ 13ാമത്തെ ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്? 13ാമത്തെ ഗ്രൂപ്പ് പീരീഡ് 4 ആണ്. 31 അറ്റോമിക് നമ്പറുള്ള മൂലകം എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ എന്ന് ചോദിച്ചിട്ടുണ്ട്. LDC 2023 ചോദ്യമാണ്. ഏതാണ്? ലാന്തനോയിഡുകളാണ് കേട്ടോ. റെയർ എർത്ത് മെറ്റൽസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ലാന്തനോയിഡുകളെയാണ്. കാൽസ്യത്തിന്റെ ബാഹ്യമത ഷെല്ലിന്റെ നമ്പർ എത്ര? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഷെല്ലിന്റെ നമ്പർ ആണ് കേട്ടോ. ബാഹ്യമത ഇലക്ട്രോൺ അല്ല. ബാഹ്യമത ഷെല്ലിന്റെ നമ്പർ എത്ര? ഔട്ടർ മോസ്റ്റ് ഷെല്ല് മൊത്തത്തിൽ എത്ര ഷെല്ലുണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ് അല്ലെ. കാൽസ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആണ്. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2 8 8 2 അല്ലെ. 8 2 10 8 18 2 20. അങ്ങനെയാണെങ്കിൽ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. മൊത്തത്തിലുള്ള ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 1 2 3 4. 4 ഷെല്ലാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ആവർത്തന പട്ടികയിലെ പീരീഡ് 2ലെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞു പീരീഡ് 1ലെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അതാണ് ഏറ്റവും ചെറിയ പീരീഡ്. എന്നാൽ 2ാമത്തെ പീരീഡിലെ ആണ് മൂലകങ്ങളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 2ാമത്തെ പീരീഡിലെ മൂലകങ്ങളുടെ എണ്ണം 8 എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എത്രയാണ്? 8 ആണ്. 3ാമത്തെ പീരീഡിലെ മൂലകങ്ങളുടെ എണ്ണവും 8 ആണ്. 5ാമത്തെ പീരീഡുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. 6ാമത്തെ 7ാമത്തെ പീരീഡുകളിലെ മൂലകങ്ങളുടെ എണ്ണമാണ് 32 എന്ന് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആധുനിക ആവർത്തന പട്ടികയിലെ ഏത് പീരീഡിലാണ് കൂടുതൽ മൂലകങ്ങൾ ഉള്ളത്? ഇപ്പൊ പറഞ്ഞാണ് അല്ലെ. ഏതാണ്? 6ലും 7ലുമാണ്. എത്ര മൂലകങ്ങളുണ്ട്? 32 മൂലകങ്ങളാണ് 6ലും 7ലും ഉള്ളത് കേട്ടോ. 6 7 പീരീഡിലാണ് ഏറ്റവും കൂടുതൽ മൂലകങ്ങൾ ഉള്ളത്. ബോറോൺ കുടുംബം ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 13ാമത്തെ ഗ്രൂപ്പാണ് എന്ത്? ബോറോൺ കുടുംബം എന്നുള്ളത്. ഇനി 2ാമത്തെ നൈട്രജൻ കുടുംബം ഏത് ഗ്രൂപ്പിൽ വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 15ാമത്തെ ഗ്രൂപ്പാണ് നൈട്രജൻ കുടുംബം കേട്ടോ. ഓക്സിജൻ കുടുംബമാണ് എന്ത്? 16ാമത്തെ ഗ്രൂപ്പ്. 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ആരാണ്? കാർബൺ കുടുംബമാണ് കേട്ടോ. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഒരു ആധുനിക ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ ഉള്ള മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര്. ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ ഉള്ള മൂലകങ്ങളെ അറിയപ്പെടുന്ന പേരെന്താണ്? സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങളാണ്. അവരുടെ വേറെ പേരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഇതാണ് ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് സംക്രമണ മൂലകങ്ങൾക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ട്രാൻസിഷൻ മെറ്റൽസ്. അതായത് ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെ ഉള്ളവരെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ പറയുന്നവയിൽ ബെർലിയത്തിന്റെ ശരിയായ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഏതാണ് എന്നാണ് ചോദ്യം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. അപ്പൊ നിങ്ങൾ ആദ്യം അറിയേണ്ടത് ബെർലിയം ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നാണ് അറിയേണ്ടത്. അതിന്റെ ബാഹ്യമത ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ബെർലിയം വരുന്നത് 2ാമത്തെ ഗ്രൂപ്പിലാണ് അല്ലെ. ബെർലിയം വരുന്നത് 2ാമത്തെ ഗ്രൂപ്പിലാണ്. അപ്പം ബെർലിയം 2ാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്. അതിന്റെ ബാഹ്യമത ഷെല്ലിൽ 2 ഇലക്ട്രോണുകളാണുള്ളത്. അവർ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മുകളിൽ താഴെയുമായിട്ടായിരിക്കണം ആ ഒരു 2 ബാഹ്യമത ഷെല്ലിൽ ഇലക്ട്രോണുകൾ നമ്മൾ കാണിക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു ഇലക്ട്രോൺ വരുന്ന ലിഥിയം എടുത്തു കഴിഞ്ഞാൽ അവരുടെ മുകളിൽ കാണിക്കണം കേട്ടോ. ബെർലിയത്തിന് 2 ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ട് ബാഹ്യമത ഷെല്ലിൽ ഇലക്ട്രോൺ 2 മുകളിലും താഴെയും. ബോറോണിന്റെ കേസിൽ 3 വന്നുകൊണ്ട് മുകളിലും താഴെയും പിന്നെ ഇടത്തെ സൈഡിലുമാണ് കാണിക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇടത്തെ സൈഡിലാണ് കാണിക്കേണ്ടത്. കാർബണിന് 4 ഉണ്ട്. 4 സൈഡിലും ഓരോന്ന് കൊടുക്കാം. നൈട്രജന്റെ കേസിൽ ബാഹ്യമത ഷെല്ലിന് 5 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമേ എല്ലാം ഫില്ല് ചെയ്ത് 4 ആക്കുക. പിന്നെ വീണ്ടും മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഓക്സിജന്റെ കേസിൽ എത്രയാണ്? ഓക്സിജൻ കേസിൽ ബാഹ്യമത ഷെല്ലിൽ നമുക്ക് എത്ര വരും? 6 വരും കേട്ടോ. അപ്പൊ നിങ്ങൾ പിന്നെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് ഫില്ല് ചെയ്യാനായിട്ട്. ഇവിടെ വേണം ഫില്ല് ചെയ്യാനായിട്ട്. അപ്പൊ ഓക്സിജന്റെ കേസിൽ ഇവിടെ 2 ഇലക്ട്രോൺസ് വരും കേട്ടോ. അത് ഓവർലാപ്പ് ചെയ്തുകൊണ്ട് അത് കാണുന്നില്ല. പക്ഷെ ഇവിടാണ് 2 ഇലക്ട്രോൺസ് വരുന്നത്. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം അടുത്ത് ഫില്ല് ചെയ്ത് വരേണ്ടത്. ഇനി ഫ്ലൂറിന്റെ കേസിൽ ബാഹ്യമത ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. വീണ്ടും ക്ലോക്ക് വൈസിൽ ഫില്ല് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി. ഇനി നിയോൺ 8 വരുന്നവരെ നമ്മൾ ഇങ്ങനെയാണ് ആ ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കാണിക്കുന്നത് എന്നുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ 47. ആധുനിക ആവർത്തന പട്ടികയിലെ ഏത് ഗ്രൂപ്പാണ് അപൂർവ വാതകങ്ങൾ എന്നറിയപ്പെടുന്നത്? അപൂർവ വാതകങ്ങൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ റെയർ ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഗ്രൂപ്പ് 18 ആണ് കേട്ടോ. ഗ്രൂപ്പ് 18 ആണ് റെയർ ഗ്യാസ് അല്ലെങ്കിൽ അപൂർവ വാതകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ബേരിയത്തിന് കേട്ടോ, ബേരിയം എന്ന് പറയുന്ന സിമ്പിൾ ഇതാണ്. BA ആണ്. എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? ബേരിയത്തിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ ബേരിയം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. BA എന്ന് വരുവാണെങ്കിൽ ബാർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗ്രൂപ്പ് 2ലാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ് BA. അതിനുള്ള കോഡ് ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. ബിയർ മക്സ് ക്യാൻസർവിൻ ബാർ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബാർ BA എന്ന് പറയുന്നത് എന്താണ്? ബേരിയമാണ്. ഗ്രൂപ്പ് 2 ആണ്.
അപ്പൊ ഗ്രൂപ്പ് 2 ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? ആ ഗ്രൂപ്പ് നമ്പർ തന്നെ ആയിരിക്കും എത്രയാണ്? 2 ഉത്തരം. ക്വസ്റ്റ്യൻ 49. ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക നമ്പർ 12 ഉള്ള മൂലകം ഏത് ഗ്രൂപ്പിലും പീരീഡിലും പെടുന്നു? ഈ ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആദ്യമേ അറ്റോമിക നമ്പർ 12 അപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? 12 അപ്പൊ എന്ത് ചെയ്യുക? 2 8 2 8 2 10 2 12 നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് എന്താണ്? ഷെല്ലാണ് അല്ലെ? 3 ഷെല്ലുണ്ട് നമുക്ക്. അതുകൊണ്ട് ഗ്രൂപ്പ് പീരീഡിന്റെ നമ്പർ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 ആണെങ്കിൽ അവർ ഗ്രൂപ്പ് 2 വരണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അതുകൊണ്ട് പീരീഡ് 3ഉം ഗ്രൂപ്പ് 2 വരുന്ന ഒന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്. ലാസ്റ്റ് ചോദ്യം, നൈട്രജൻ കുടുംബ മൂലകങ്ങളുടെ വാലൻസി എന്താണ്? നൈട്രജൻ കുടുംബ മൂലകങ്ങളുടെ വാലൻസി എത്രയാണ്? നമുക്കറിയാം ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആണ്, നേരത്തെ കാണിച്ചാണ് അല്ലെ? നൈട്രജൻ കുടുംബം വരുന്നത് ഏത് ഗ്രൂപ്പിലാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എത്രാമത്തെ ഗ്രൂപ്പിലാണ് നൈട്രജൻ കുടുംബം വരുന്നത്? നൈട്രജൻ കുടുംബം വരുന്നത് 15ാമത്തെ ഗ്രൂപ്പിലാണ്. അങ്ങനെയാണെങ്കിൽ 13 തൊട്ട് 18 ഗ്രൂപ്പുകളാണ് വരുന്നതെങ്കിൽ അവരെ വാലൻസ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 കുറയ്ക്കണം. അപ്പം നൈട്രജൻ കുടുംബം 15 വരുന്നുണ്ട്. എന്ത് ചെയ്യുക? 15 മൈനസ് 10 എത്ര കിട്ടി നമുക്ക്? 5 എന്ന് കിട്ടി. അപ്പം 5 അതിന്റെ ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ അവർ വാലൻസി കണ്ടുപിടിക്കണം. 5 ഉള്ളവർക്ക് ഒരു 3 ഇലക്ട്രോണുകളെ പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതാക്കാനായിട്ട് സാധിക്കൂലേ? അതുകൊണ്ട് അവരുടെ വാലൻസി എത്രയാണ്? 3. ഈ ഒരു 50 ചോദ്യങ്ങൾക്ക് എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ഈസിയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തെ ഒരു പീരിയോഡിക് ടേബിൾ നമ്മൾ ഇട്ട പാർട്ട് 1 ക്ലാസ് കൂടെ നിങ്ങൾ കണ്ടിട്ട് ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു 50 ചോദ്യങ്ങളും ഈ ഒരു 70% ചോദ്യങ്ങളും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും.